ഞാൻ അങ്ങനെ 33 ദിവസം വെമ്പലകളെ പ്രതിഷ്ഠ ചെയ്തത് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ. അതായത് എല്ലാവരും ചെയ്യുന്നു, അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതാ ചുമ്മാ അങ്ങ് ചെയ്തേക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ വുമൻ യൂണിവേഴ്സിറ്റി പ്രതിഷ്ഠ 30 ദിവസം ചെയ്തത്. ഞാൻ ചെയ്തത് ഓഗസ്റ്റ് 15-ാം തീയതി ബാച്ചിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒക്ടോബർ 19-ാം തീയതി നിൽക്കുന്ന സമയത്ത് ഈ വീഡിയോ ചെയ്തതിന് മുമ്പാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ദൈവം ഇത്രയും ആത്മീയമായിട്ട് എന്നെ വളർത്തി എന്നുള്ളത്. അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കാലയളവിലൊന്നും ഒരു പ്രാവശ്യം പോലും എനിക്ക് അങ്ങനെ പള്ളിയിൽ പോകണമെന്ന് അങ്ങനെ കുർബാന കൊണ്ടെന്നുള്ള ഒരു പുഷ് എനിക്ക് ഒരിക്കലും കിട്ടാറില്ല. പണ്ട് എന്താണ് പുഷ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും കുർബാനയോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷെ ഈ കാലയളവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സൺഡേ അല്ലാതെ കുർബാനയ്ക്ക് കൂടിയിട്ടുള്ളത് ഈ കാലയളവിലാണ്. അതുപോലെ തന്നെ ഈശോയുടെ മുമ്പിൽ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ഇരുന്നിട്ടില്ല. 1 മണിക്കൂറും ഞാൻ ജീവിതത്തിൽ ഇരുന്നിട്ടില്ല. പക്ഷേ ഈ കാലയളവിലാണ് എനിക്ക് ഈശോയുടെ മുന്നിൽ നിൽക്കാൻ പറ്റത്. ദിവസം ഒരു 400 നന്മ നിറഞ്ഞ് പറയുമ്പോൾ ചൊല്ലാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ ആത്മീയമായിട്ട് ഞാനെന്ന് പറഞ്ഞ വ്യക്തി വളരുകയാണ്. ഓരോ തവണയും ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ഫീൽ ചെയ്യാം. ഇപ്പം ഈ 2 മാസത്തിനുള്ളിൽ തന്നെ മാതാവിൻ്റെ കൂടെ ചേർന്ന് മാതാവിൻ്റെ കൈ പിടിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്നെ ദൈവം ഇങ്ങനെ വളർത്തുക എന്നുള്ള ഒരു ഇത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മൾ ഒരു സ്റ്റെപ്പ് ഓഫ് ആത്മീയത, അതായത് ഞാനൊരു പള്ളി പോലെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് മെസ്സേജ് വരുന്നു, നമുക്ക് വചനം പഠിച്ചാലോ, ഞാൻ ഗ്രൂപ്പിലേക്കാണ് വചനം പഠിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും അടുത്തതിലേക്ക് കർത്താവ് ഇങ്ങനെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മാതാവിൻ്റെ കൈ പിടിച്ചാൽ നിങ്ങൾക്കൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഒരു അത്ഭുതം പ്രതീക്ഷിച്ചാണ് ഞാനിത് കൂടിയത്. പക്ഷെ ഒരു അത്ഭുതത്തെക്കാൾ ഉപരി നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രതിഷ്ഠ.